അഖിലാണ്ടേശ്വരി മാതാവേ നമഃ. നിത്യം നീ നിഖിലേശ്വരി കനിയുവാൻ അത്യാദരം കൂപ്പിടാം. നിർമായം തവ കീർത്തനങ്ങളുരുവിട്ടിടാം ദിനം തോറുമേ. നീ എന്നിൽ തുണയേകിടേണ മനിശം നേരോർക്കിൽ. നീ എന്നിയെ നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരം മേ ഭയം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 12-ാമത്തെ അധ്യായമാണ്. ആ മനഃശുദ്ധിയെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ് ദീർഘമായിട്ട് വിസ്തരിച്ചു കൊണ്ടുവരുന്നത്. മനഃശുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ശുദ്ധി ഉണ്ടാവുന്നില്ല. അതുമൂലം തന്നെ ആ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലവും നമുക്ക് വേണ്ട വിധത്തിൽ കിട്ടുന്നില്ല. അപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലാഫലങ്ങൾ നമ്മളുടെ മനഃശുദ്ധിയെ, പ്രഥമമായിട്ട് നമ്മുടെ മനഃശുദ്ധിയെ ആസ്പദമാക്കിയും പിന്നീട് ദ്രവ്യശുദ്ധിയെയും ക്രിയാശുദ്ധിയെയും ആസ്പദമാക്കിയിട്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്താ ഈ ക്രിയാശുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്രിയാശുദ്ധി എന്ന് പറഞ്ഞാൽ എന്തൊരുദ്ദേശം കൊണ്ടാണോ നമ്മൾ ആദ്യം, എന്താണോ നമ്മളുടെ സങ്കല്പം, അതിനെയാണ് ആ സങ്കല്പം പരമശുദ്ധമുള്ളതായിരിക്കണം. എന്താണ് നമ്മൾ സങ്കല്പിക്കുന്നത് എന്നുള്ളത്. നമ്മളുടെ സനാതനമായിട്ടുള്ള ധർമ്മത്തിൽ പറയുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള സങ്കല്പമാണ് സനാതന ധർമ്മികളുടെ പ്രഥമമായിട്ടുള്ള സങ്കല്പം. ആ സങ്കല്പം നമ്മളിൽ ഉണ്ടാവണം. അതുകൊണ്ടാണല്ലോ ഏതൊരു കർമ്മങ്ങൾ നമ്മൾ ചെയ്താലും അവസാനം ആ കർമ്മങ്ങളെ ഭഗവത് സമർപ്പണമായിട്ട് സമർപ്പിച്ച് ലോകത്തിലുള്ള എല്ലാവർക്കും സുഖവും സമാധാനവും ശാന്തിയും സന്തോഷവും നൽകണമേ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ക്രിയാശുദ്ധി, ആ ക്രിയാശുദ്ധിയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ചെയ്യുന്ന കർമ്മങ്ങളെ ഭഗവത് അർപ്പിതമായി കൊണ്ട് ചെയ്യുക, ഭഗവാന് അല്ലെങ്കിൽ ദേവിക്ക് അല്ലെങ്കിൽ ദേവന് സമർപ്പണമായി കൊണ്ട് ചെയ്യുക. 2, അതിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള പുണ്യഫലങ്ങൾ ലോകത്തിലുള്ള എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകട്ടെ എന്നുള്ള ചിന്തകളോട് കൂടിയിട്ട് ആ കർമ്മങ്ങളെ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ക്രിയ ശുദ്ധമായിട്ട് മാറും. ഞാനും എൻ്റെ കുട്ടിയോളും ഓളുടെ കുട്ടിയോളും സുഖമായിട്ടിരിക്കണം എന്നുള്ള ചിന്ത കൊണ്ടും അതിനുവേണ്ടി ധാരാളം ധനം, ഐശ്വര്യം, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ മുതലായിട്ടുള്ളവയെല്ലാം വേണമെന്നുള്ള സങ്കല്പത്തോടു കൂടി ചെയ്യുന്നതായിട്ടുള്ള ക്രിയകളെല്ലാം തന്നെ ഉത്തമമായിട്ടുള്ള ക്രിയകളായിട്ടല്ല ശാസ്ത്രങ്ങളിൽ മഹാത്മാക്കൾ കാണുന്നത്. അതെല്ലാം തന്നെ മധ്യമമായിട്ടുള്ള ക്രിയകളാണ്. അതിൽ ഹൈതുകമായിട്ടുള്ള സങ്കല്പമുണ്ട്, സ്വാർത്ഥമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് കാരണം കൊണ്ട് അത് പൂർണ്ണമായിട്ടുള്ള ക്രിയാശുദ്ധിയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ക്രിയാശുദ്ധി എത്രത്തോളം നമ്മളിലുണ്ടോ അത്രത്തോളം അതിൻ്റെ ഫലവും കൂടിക്കൂടി വരുന്നു. യാഗയജ്ഞ ഹോമ വ്രത അനുഷ്ഠാനങ്ങളൊക്കെ അത്തരത്തിലുള്ള ഒരു സങ്കല്പത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ലോകത്തിലുള്ള എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന് വരുമ്പോൾ അത് നമുക്കും ബാധകമായി തീരുന്നു. ഇന്ന് നമ്മൾ സ്വാർത്ഥ താല്പര്യങ്ങളോടുകൂടി വിചാരിച്ചിരിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും സുഖമായിട്ടും സന്തോഷമായിട്ടും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കണം എന്നാണ്. ഒരു കാലത്തും ലോകത്ത് നടക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമ്മളുടെ സുഖം, സന്തോഷം, ശാന്തി, സമാധാനം ഇതെല്ലാം
നമ്മൾ താമസിക്കുന്നതായിട്ടുള്ള 4 ചുമരുകൾക്കുള്ളിലുള്ള നമ്മളുടെ ഗൃഹമോ ആ ചുമരുകൾക്കുള്ളിലുള്ള 3 4 നമ്മളുടെ കുടുംബാംഗങ്ങളിലോ എല്ലാം നിർഭരമായിരിക്കുന്നത്. അതിന് പുറത്തുള്ള ലോകത്തിനെ ആസ്പദമാക്കിയാണ് നമ്മളുടെ സുഖവും സന്തോഷവും സുഖവും ദുഃഖവും എല്ലാം അതിനെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. 4 കൂട്ടം വിഭവങ്ങളോടുകൂടി 2 കൂട്ടം പായസത്തോടുകൂടി പുതിയ വസ്ത്രങ്ങളും മറ്റും ധരിച്ച് വിഷുവോ ഓണമോ തിരുവാതിരയോ ആഘോഷിക്കാനായിട്ട് നമ്മൾ എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മളുടെ അടുത്തുള്ള ഫ്ലാറ്റിലുള്ള അടുത്തുള്ള ഗൃഹത്തിലുള്ള ആരെങ്കിലും മരിച്ചത് എന്നുണ്ടെങ്കിൽ ഓർത്തു നോക്കൂ. അന്ന് നമുക്ക് വിചാരിച്ചത് മാതിരി നല്ല വസ്ത്രങ്ങൾ ധരിക്കാനോ നമ്മളുടെ വീട്ടിൽ പടക്കം പൊട്ടിക്കുവാനോ കുറേ പേരെ ക്ഷണിച്ചു വരുത്തി അവർക്കെല്ലാം നല്ല ആഹാരങ്ങൾ കൊടുക്കുവാനോ നമുക്ക് തന്നെ 2 കൂട്ടം പായസവും 4 കൂട്ടം കറികളും വെച്ച് ഓണസദ്യ ഉണ്ണുവാനോ പൂക്കളം നടുമുറ്റത്തിട്ട് കൈകൊട്ടി കളിക്കുവാനോ ഊഞ്ഞാലാടുവാനോ നമുക്ക് കഴിയുമോ? കഴിയില്ലല്ലോ. പക്ഷെ ഇതൊക്കെ നമ്മൾ ഒരുക്കിയിട്ടില്ലേ? അതിനുവേണ്ട സാധന സാമഗ്രികളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷെ എല്ലാം ഉണ്ടെങ്കിലും ആഘോഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം ഇതാ നമ്മളുടെ ആഘോഷം, നമ്മളുടെ സുഖം, നമ്മളുടെ സന്തോഷം അത് ഈ ലോകത്തെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാകുമ്പോൾ നമുക്കും സുഖവും സമാധാനവും ഉണ്ടാകും. കോവിഡ് എന്ന മഹാമാരി വന്ന സമയത്ത് സ്വന്തം വീട്ടിലുള്ള 4 പേർക്ക് 4 ചാർട്ടേഡ് ഫ്ലൈറ്റുകളുള്ള എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റുകളുള്ള അനേകം ധനികരെ ഈ ലോകത്തുണ്ടായിരുന്നു. പക്ഷേ അവർക്കും ആ വീട് വിട്ട് പുറത്തിറങ്ങാനോ യഥേഷ്ടം സ്വാതന്ത്ര്യത്തോടുകൂടി സഞ്ചരിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല. എല്ലാമുണ്ട്, ധനമുണ്ട്, എവിടേക്ക് വേണമെങ്കിൽ പോകാനുള്ള ഫ്ലൈറ്റുണ്ട്, ഓടിക്കാനുള്ള പൈലറ്റുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അതൊന്നും ഒരു കാര്യത്തിനും വന്നില്ല. ലോകത്തിൽ അശാന്തി അസമാധാനമാണ് ഉള്ളത്, അസന്തോഷമാണ് ഉള്ളത്, ദുഃഖമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ പ്രകൃതിയിലുള്ള ആ ദുഃഖങ്ങൾ, അത് ദുഃഖമായാലും സുഖമായാലും ആ പ്രകൃതിയെ ആസ്പദപ്പെടുത്തിയാണ് നമ്മളുടെ സുഖവും ദുഃഖവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പ്രകൃതിയിൽ ക്ഷോഭമുണ്ടായാൽ, ഒരു വെള്ളപ്പൊക്കമുണ്ടായാൽ, ഒരു കൊടുങ്കാറ്റുണ്ടായാൽ, ഒരു അഗ്നിബാധയുണ്ടായാൽ, ഒരു ഭൂമി ഉലുക്കമുണ്ടായാൽ, എന്തൊക്കെ തന്നെ നമ്മളിൽ ഉണ്ടെങ്കിലും, നമ്മളുടെ കൈവശമുണ്ടെങ്കിലും നമ്മളെയും അതെല്ലാം ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ നല്ലവണ്ണം മനസ്സിലാക്കിയ നമ്മളുടെ ഋഷീശ്വരന്മാര്, പൂർവികന്മാര് പറഞ്ഞത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന്. ലോകം ശാന്തിയും സമാധാനത്തോടും കൂടി ഇരുന്നെങ്കിൽ മാത്രമേ, ആ പ്രകൃതിയിൽ സുഖവും സമാധാനവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും ആ സുഖവും സമാധാനവും സന്തോഷവും ശാന്തിയും അനുഭവിക്കാൻ കഴിയൂ. അതായത് നമ്മളെ ആസ്പദപ്പെടുത്തിയല്ല, ഈ ലോകത്തിനെ ആസ്പദപ്പെടുത്തിയാണ് ഇതെല്ലാം എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ലോകത്തിലുള്ള എല്ലാവരും സുഖവും സന്തോഷത്തിലും ജീവിക്കണം എന്നുള്ള ആ ഒരു മനോഭാവം ഉണ്ടാവുക, ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവുക. ആ സത്യന്തകൾ നമ്മളിൽ ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ദയ, കരുണ, തിദീക്ഷ മുതലായിട്ടുള്ള സ്വഭാവങ്ങൾ, ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള ആ ഒരു മനസ്ഥിതി, പരസഹായം, മാനവസേവ തന്നെയാണ് മാധവസേവ എന്നുള്ളതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ലോകത്തിന് സുഖം കൊടുക്കാനും ആ സുഖം നമ്മളിൽ അനുഭവിക്കാനും സാധ്യമാവുന്നുള്ളൂ എന്നുള്ളതിനെ മനസ്സിലാക്കണം. നമുക്ക് ബാക്കി ഭാഗങ്ങളെ നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ